നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ധനികയായ വനിതയാണ് ഒ.പി. ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണായ സാവിത്രി ജിൻഡാൽ. 2023 ഇന്ത്യൻ ബിസിനസ് ലോകത്തെ താരം എന്ന് പറയുന്നത് 73 വയസ്സുള്ള ഈ വനിതയായിരുന്നു. അംബാനി, ബിർള, അദാനി എന്നിവരെക്കാളും ഒക്കെ ഉയർന്ന വരുമാന വർധനവ് ഉണ്ടെന്നാണ് ജിൻഡാൽ ഗ്രൂപ്പിനെ ശ്രദ്ധേയമാക്കിയതും. ബ്ലൂംബർഗ് ബില്യണയർ റിപ്പോർട്ട് അനുസരിച്ച് സാവിത്രി ജിൻഡാലിന്റെ ആസ്തിയിൽ $9.6 ബില്യൺ വർദ്ധിച്ചത്. ഇപ്പോൾ 25.3 ബില്യണാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ആസ്തി. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആസ്തിയുള്ള 5ാമത്തെ കോടീശ്വരിയാണവർ. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ധനികയായ സ്ത്രീയും അവർ തന്നെ. സാവിത്രി ജിൻഡാൽ ഒരു രാഷ്ട്രീയക്കാരി കൂടിയാണ്. ഹരിയാനയിലെ ഹിസാറിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച 10 വർഷം MLAയും 5 വർഷം മന്ത്രിയുമായി ഇവർ സേവനമനുഷ്ഠിച്ചു. ഇപ്പോഴിതാ സാവിത്രി ജിൻഡാൽ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച BJPയിൽ ചേർന്നിരിക്കുകയാണ്. മകൾ സീമ ജിൻഡാലയും BJPയിൽ ചേർന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു കോൺഗ്രസ് വിടുകയാണെന്ന പ്രഖ്യാപനം സാവിത്രി ജിൻഡാൽ നടത്തിയത്. MP ആയിരുന്ന മകൻ നവീൻ ജിൻഡാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇവരുടെ ഈ തീരുമാനം. ഹിസാറിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച 10 വർഷം MLA ആയി മന്ത്രിയായി എന്ന നിലയിൽ നിസ്വാർത്ഥമായി ഹരിയാന സംസ്ഥാനത്തെ സേവിച്ചു. ഹിസാറിലെ ജനങ്ങൾ എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിന്റെ ഉപദേശപ്രകാരം ഞാൻ ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നു, സാവിത്രി ജിൻഡാൽ പറഞ്ഞു. നവീൻ ജിൻഡാൽ പാർട്ടിയിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്രയിൽ നിന്നും മത്സരിക്കുമെന്നും BJP പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് 10 വർഷം കുരുക്ഷേത്ര MP ആയിരുന്ന നവീൻ ജിൻഡാൽ കോൺഗ്രസ് നേതൃത്വത്തിലും അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും ഞാൻ നന്ദി പറയുന്നു എന്ന്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുകയാണെന്നും നവീൻ ജിൻഡാൽ Xൽ കുറിച്ചിരുന്നു. 55 വയസ്സുവരെ വീടിന്റെ ചുമരിൽ മാത്രം ഒതുങ്ങി ജീവിച്ച ഒരു സ്ത്രീ ഒരു പകലിൽ ശതകോടികളുടെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന കഥ ശരിക്കും ഒരു അത്ഭുത കഥയെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. 1950 മാർച്ച് 20 ആസമിലെ വ്യവസായ നഗരമായ ടിൻസൂക്കിലായിരുന്നു സാവിത്രി ദേവി ജനിച്ചത്. ഒരു ഹിന്ദു മാർവാടി കുടുംബത്തിൽ ജനിച്ച സാവിത്രി ദേവിക്ക് കോളേജിൽ പഠിക്കാൻ പോലും അവസരം കിട്ടിയില്ല. പെൺകുട്ടികൾ പഠിച്ച ജോലി സമ്പാദിച്ച പണം കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇവിടെയില്ല എന്ന പരമ്പരാഗത ധാരണ തന്നെയായിരുന്നു ഇതിനുള്ള കാരണം. സമ്പന്നരായ ഒരു ബിസിനസ് കുടുംബമായിരുന്നു അവരുടേത്. സാവിത്രിയുടെ സഹോദരിയും ഒ.പി. ജിൻഡാലിന്റെ ഭാര്യയുമായ വിദ്യാദേവിയുടെ അകാലത്തിലെ മരണമായിരുന്നു സാവിത്രിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചതും. സഹോദരിയുടെ മരണത്തിന് പിന്നാലെ തന്റെ 20ാം വയസ്സിൽ ഓം പ്രകാശ് ജിൻഡാൽ 2ാം ഭാര്യയായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. 6 മക്കളുടെ അച്ഛനായ ഓം പ്രകാശ് ജിൻഡാലിന് സാവിത്രി ദേവി വിവാഹം കഴിക്കുമ്പോൾ പ്രായം 40 കഴിഞ്ഞിരുന്നു. സാവിത്രിയേക്കാൾ 20 വയസ്സ് കൂടുതലുള്ള ഒ.പിയുടെ ആദ്യ വിവാഹത്തിലെ മൂത്ത കുട്ടി സാവിത്രിയുടെ പ്രായത്തിനടുത്തായിരുന്നു. പക്ഷേ ഇളയ കുട്ടികളുടെ ഭാവി തന്നെയായിരുന്നു തന്നെ ഇതുപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും അവർ പിന്നീട് പറഞ്ഞിരുന്നു. ജിൻഡാലിന് ആര് 2ാം ഭാര്യയായി വന്നാലും ഞാൻ നോക്കുന്നത് പോലെ കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്ന തോന്നൽ അവർക്കുണ്ടായിരുന്നു. പിന്നീട് 3 കുട്ടികൾ ഈ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടും ആ കുടുംബത്തിൽ യാതൊരു വിള്ളലും ഉണ്ടായില്ല. ശരാശരി ഇന്ത്യൻ ബിസിനസ് ഫാമിലിയെ പോലെ തന്നെ ചെളിവാരിയെറിയലും കോടി വ്യവഹാരങ്ങളും ഒന്നും ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ പ്രധാന ഫണ്ട് ഡൊണേഴ്സിന്റെ ഒരാളായിരുന്നു ജിൻഡാൽ ഗ്രൂപ്പ്. മൻമോഹൻ സിംഗുമായി ഈ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പഞ്ചാബ് ഹരിയാന ബെൽറ്റിലെ കോൺഗ്രസിന്റെ സാമ്പത്തിക ശക്തിയായിരുന്നു ഈ ഗ്രൂപ്പ്. ഇപ്പോൾ മകൻ നവീൻ ജിൻഡാൽ കോൺഗ്രസ് നേതൃത്വമായി ഉടക്കിയതാണ് പ്രശ്നമായത്. ഇതോടെ ഹരിയാനയിലും കോൺഗ്രസിന് നടുവെട്ടുകയാണ്. ഒന്നൊന്നായി വ്യവസായികളും കോർപ്പറേറ്റുകളും കോൺഗ്രസിനെ കൈവെടിയുകയാണ്. എന്നാൽ EDയെ കൊണ്ട് പേടിച്ചാണ് BJP വ്യവസായികളെ ചാക്കിലാക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു.